നമസ്കാരം. ദിവസവും വ്യത്യസ്ത രീതിയിലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടിയതോടെ ആളുകൾ പണമിടപാടുകൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങി. ഇതാണ് കൂടുതൽ തട്ടിപ്പുകാർക്ക് എളുപ്പമാക്കിയത്. വിവിധ തരത്തിലാണ് ദിവസേന ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയാണ് കടുത്തുരുത്തിയിൽ വൈദികന്റെ 1.50 കോടി രൂപ തട്ടിയെടുത്ത സംഭവം. രണ്ടുപേർ അറസ്റ്റിലാവുകയും ചെയ്തു. വൈദികന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പണം ATM-ൽ നിന്നും പിൻവലിച്ച തട്ടിപ്പ് സംഘങ്ങളായ രണ്ടുപേരെയാണ് പോലീസ് സംഘം പിടികൂടിയത്. താമരശ്ശേരി സ്വദേശികളായ മുഹമ്മദ് മിനാജ്, ഷംനാദ് എന്നിവരെയാണ് കടുത്തുരുത്തി ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗിലൂടെ 850% ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞാണ് പ്രതികൾ വൈദികനെ കബളിപ്പിച്ചത്. തുടർന്ന് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഭയിലെ പരിചയക്കാരിൽ നിന്നും പണം സ്വരൂപിച്ച് വൈദികൻ നൽകുകയായിരുന്നു. 1.5 കോടിയിലധികം രൂപയായിരുന്നു ട്രേഡിങ്ങിനായി വൈദികൻ നിക്ഷേപിച്ചത്. 2024 നവംബർ മുതൽ ജനുവരി 15 വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉത്തരേന്ത്യൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നും വിവിധ അക്കൗണ്ടുകളിലേക്കാണ് പണം തട്ടിപ്പ് സംഘം വകമാറ്റിയിരിക്കുന്നതെന്നുമായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലെ വിവിധ ATM-കളിൽ നിന്ന് 8 തവണയായി 1.40 ലക്ഷം രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയത്. ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് താമരശ്ശേരി സ്വദേശികളുടെ വിലാസം കണ്ടെത്തിയത്. സമാനമായ രീതിയിൽ ട്രേഡിംഗിന്റെ പേരും പറഞ്ഞ് 2 ദിവസം മുന്നേയും ഒരു തട്ടിപ്പ് നടന്നിരുന്നു. ചക്കുവള്ളം സ്വദേശിയിൽ നിന്ന് 2.25 കോടി രൂപ ഓൺലൈൻ ട്രേഡിംഗിലൂടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാളെ ഇടുക്കി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളം ആലുവ സ്വദേശി ബിനോയിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മികച്ച ലാഭം ഉണ്ടാക്കാമെന്ന വാഗ്ദാനം നൽകി വിവിധ അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തായിരുന്നു തട്ടിപ്പ്. ദിനംപ്രതി ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ട്രേഡിംഗിലൂടെ പണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കും. ട്രേഡിംഗ് ഒരു പണം ഉണ്ടാക്കാനുള്ള വഴിയാണല്ലോ എന്ന് കരുതി നിങ്ങൾ അവർക്ക് വിശ്വസിച്ച് പണം നൽകും. പിന്നീടാണ് പണം പോയത് മനസ്സിലാവുക. ട്രേഡിംഗ് എന്നത് വളരെ റിസ്ക് കൂടിയ ഒരു മേഖലയാണ്. ട്രേഡിങ്ങിന് ഇറങ്ങുന്ന 95% ആളുകളും ട്രേഡിങ്ങിൽ പണം നഷ്ടം സംഭവിക്കുന്നവരാണ്. അതായത് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും പഠിക്കാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്ന ചിന്തയിൽ ഇറങ്ങിത്തിരിക്കുന്നവർ. അവർക്ക് ഉറപ്പായും പണം നഷ്ടമാവുകയും ചെയ്യും. കാരണം ട്രേഡിങ്ങിൽ ഒരുപാട് പഠിക്കാനും അതിനെപ്പറ്റി അറിയാനുമുണ്ട്. ഇത്തരം തട്ടിപ്പ് സംഭവങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്നുണ്ട്. മുംബൈയിലെ വാസായിൽ നിന്നുള്ള 49-കാരനായ IT പ്രൊഫഷണലിനെ ഒരു ഓൺലൈൻ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നഷ്ടമായത് 1.16 കോടി രൂപയാണ്. IT കമ്പനിയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന യുവാവിനെ ഓഹരി വിപണിയിലെ നിക്ഷേപത്തിൽ മികച്ച വരുമാനം വാഗ്ദാനം ചെയ്ത് വ്യാജ പരസ്യം നൽകിയാണ് തട്ടിപ്പിനിരയാക്കിയത്. വ്യാജ പരസ്യങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, വാട്സപ്പ് വ്യാപാര പ്ലാറ്റ്ഫോം എന്നിവ ഉൾപ്പെടുന്ന പദ്ധതിയിലൂടെ തട്ടിപ്പുകാർ ഇരയെ കബളിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നിക്ഷേപത്തിൽ വൻ വരുമാനം വാഗ്ദാനം ചെയ്ത് അവർ വശീകരിച്ചു. ഒടുവിൽ ഇരയുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ കാലിയാക്കുകയായിരുന്നു. എങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതമായി തുടരാം? ഓൺലൈൻ തട്ടിപ്പുകളുടെ വർധനവ് കണക്കിലെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടുന്നതിനാൽ ഡിജിറ്റൽ സാമ്പത്തിക അവസരങ്ങൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ വ്യക്തികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എളുപ്പത്തിൽ പണം വാഗ്ദാനം ചെയ്യുന്നതും ശരിയല്ലെന്ന് തോന്നുന്നതുമായ സ്ഥിരീകരിക്കാത്ത പരസ്യങ്ങളിലോ ഓഫറുകളിലോ ക്ലിക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം.